ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂം, അതായത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൺസീൽഡ് ഫ്ലഷ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഭിത്തിയുടെ അകത്ത് വരുന്ന രീതിയിലുള്ള ഫ്ലഷ് കാര്യങ്ങൾ വെച്ച് വാൾ ഹാങ് ക്ലോസറ്റ് വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട്, അത് വീടിന് കുറച്ച് സേഫ്റ്റി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ 4 ഇഞ്ച് പൈപ്പ്, അതായത് ഈ ഡ്രൈനേജിൻ്റെ ഔട്ട് പോകുന്ന പൈപ്പ് നമ്മളിങ്ങനെ കൺസീൽ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അല്ലാതെ വരുമ്പോൾ, ഇങ്ങനെ അല്ലാതെ ചെയ്യുന്ന സമയത്ത് ഭിത്തിയുടെ അകത്ത് നമ്മൾ പൊഴിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ ആ ബെൽറ്റ് മൊത്തം കട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റീലും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പൈപ്പ് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സേഫ്റ്റിക്കോ കാര്യങ്ങളോ ബിൽഡിങ്ങിന് യാതൊരു ഒരു സേഫ്റ്റി കുറവോ കാര്യങ്ങളോ ഉണ്ടാവില്ല. 100% സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രത്യേകത വെച്ചാൽ വേറെ ഒന്നുമില്ല, 4 ഇഞ്ച് മാത്രമാണ്, അല്ലെങ്കിൽ 3 ഇഞ്ച് 4 ഇഞ്ച് മാത്രമാണ് പുറത്തേക്ക് പ്രൊജക്ഷൻ ഒരു തള്ളിച്ച മാത്രം വരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കൺസീൽ ഫ്ലഷ് കാര്യങ്ങളെല്ലാം തന്നെ ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. ഭിത്തിയിൽ ഡ്രിൽ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം സെപ്പറേറ്റ് കല്ല് കാര്യങ്ങൾ താഴെ നിന്ന് കട്ട വെച്ച് കെട്ടി അത് കറക്റ്റ് അതിൽ ഇരുത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡ് ഇത് വരുന്നത് ഒരു ഹാഫ് ഫ്രെയിം സ്റ്റാൻഡാണ് വരുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡ് കറക്റ്റായിട്ട് നമ്മൾ ഈ പറയുന്ന കട്ട വെച്ച് കെട്ടി അതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിനുറപ്പിച്ചത് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ടൈല് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ടൈല് വരുന്ന രീതിയിൽ ഈ സൈഡിലെല്ലാം ഒട്ടിച്ച് ക്ലിയർ ചെയ്യും എന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കുക. അതായത് നമുക്കിതിൻ്റെ ഫിനിഷിംഗ് ലെവൽ താഴെ നിന്ന് വരുന്നത് ഞാൻ പറയാം. അതിന് മുന്നേ കണ്ടോ, ഇതാണ് നമുക്ക് ഇത്രയുമാണ് കനം നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇത്രയും മാത്രമേ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു പ്രൊജക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു തടസ്സമോ കാര്യങ്ങളോ നമുക്ക് ബാത്റൂമിനൊരു ഷോക്ക് യാതൊരു കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ മെഷർമെൻറ്റ് പറഞ്ഞു. ഫിനിഷിംഗ് ലെവൽ, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫിനിഷിംഗ് ലെവൽ ആ കാണുന്ന ബോൾട്ടുണ്ട്. ആ ബോൾട്ടിലേക്ക് 14 ഇഞ്ചാണ് നമുക്ക് വരേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്. ആദ്യമേ തന്നെ ബാത്റൂമിൻ്റെ ലെവൽ കാര്യങ്ങൾ എടുക്കുക. അത് നമ്മൾ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ചാനലിൽ കയറി നോക്കി അറിയാൻ പറ്റും. അപ്പോൾ 14 ഇഞ്ചാണ് നമുക്ക് ഫിനിഷിംഗ് ലെവൽ എന്നാൽ ബോൾട്ട് ലെവൽ സെറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന കൺസീൽ ഫ്ലഷ് ഇതിൻ്റെ അകത്താണ് ചെയ്തിരിക്കുന്നത്. അകത്ത് ഉറപ്പിച്ചിരിക്കണം, ഡ്രിൽ ചെയ്ത് ഉറപ്പിച്ചേക്കാണ്. അതിനുശേഷം താഴെ വരുന്ന ഏരിയ ആ ഫ്രെയിം കംപ്ലീറ്റ് കട്ട വെച്ച് കെട്ടി അതിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എത്ര വെയിറ്റുള്ള ക്ലോസറ്റ് കാര്യങ്ങൾ വന്നാലും പുറത്തേക്ക് പ്രൊജക്റ്റ് താടി വരികയോ അതേ ഈ പറഞ്ഞ പോലെ തന്നെ മറിഞ്ഞു വീഴുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഹൈ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ള ഈ 4 ഇഞ്ച് പ്രൊജക്ഷൻ മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഹൈ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ വന്നു. ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഏറ്റവും സേഫ്റ്റി ഇത് തന്നെയാണ്. ഒരു ബാത്റൂം ചെയ്യുമ്പോൾ ഏറ്റവും സേഫ്റ്റി ഇതാ. അതിലേക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോകുന്ന ഡ്രൈനേജിൻ്റെ പൈപ്പ് പോകുന്ന ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് വീടിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്യാം. ആ ബെൽറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കമ്പികളെല്ലാം കട്ടായി പോകും. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ സ്ട്രെങ്ത്തിന് ബെൽറ്റ് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് പൈപ്പ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ സേഫ്റ്റി ആയിട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുകൂടാതെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.